ഹായ് ഫ്രണ്ട്സ്, വീട്ടമ്മയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിശേഷം ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇന്നത്തെ നമ്മുടെ വിശേഷം, വലിയ വിശേഷം എന്താ വെച്ചെങ്കിൽ, രാവിലെ തന്നെ നമ്മുടെ വീട്ടിലെ ഗ്യാസ് കഴിഞ്ഞു. അതോടുകൂടി കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ 8ന്റെ പണി കിട്ടി. കാരണം 2 കുറ്റിയുണ്ട്, അത് നമ്മൾ ബുക്ക് ചെയ്യാൻ വിട്ടുപോയതാണ്. അതുകൊണ്ട് വെള്ളപ്പം ചട്ടിയൊക്കെ പ്രശ്നമായി. നമ്മളൊരു ഇൻഡാലിയത്തിൻ്റെ ചട്ടിയിലൊന്ന് ചെറുതായി വെള്ളപ്പം ആക്കി. പക്ഷേ അടുപ്പിൽ വയ്ക്കുന്ന പാത്രത്തിനൊരു പരിധി ഉണ്ടല്ലോ. അപ്പോൾ അത് വെള്ളപ്പമായോ അപ്പമായോ ചോദിച്ചാൽ ഒരപ്പമായി, അത്രേ ഉണ്ടായുള്ളൂ. പിന്നെ ബാക്കി മുട്ടക്കറിയൊക്കെ ആയിരുന്നു, അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ഇപ്പോഴും അടുപ്പത്ത് ചൂടുവെള്ളം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്യാസ് വരുന്നില്ല, ഒരൊറ്റ പ്രതീക്ഷയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു നേരം ഗ്യാസ് ഇല്ലാതായാൽ നമുക്ക് ഭയങ്കര പ്രശ്നം വരികയാണ്. നമ്മൾ സ്ഥിരമായിട്ട് ഗ്യാസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ചുക്കുവെള്ളം ചോറും അടുപ്പത്താണ്. പക്ഷേ ബാക്കിയെല്ലാം ഗ്യാസുമേലാവുമ്പോൾ നമുക്ക് ഗ്യാസ് പെട്ടെന്ന് സ്റ്റോപ്പ് ആവുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണ്. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ എൻ്റെ വിശേഷം. നമ്മുടെ വീട്ടമ്മമാരുടെ ഈ മഴക്കാലമായ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് തോന്നിയൊരു കോമഡിയാണ് കേട്ടോ അത്. നമ്മൾ വാഷ് ചെയ്ത തുണി വെയിൽ കാണുമ്പോൾ വാഷ് ചെയ്ത തുണി വെയിലത്ത് കൊണ്ടിടും. ഇപ്പോൾ മഴ വരുന്നുണ്ട്, ഇപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നു. പിന്നെയും വെയിൽ കാണുമ്പോൾ നമ്മൾ കൊണ്ടിടും. മഴ വരുമ്പോൾ ഓടി വന്ന് എടുക്കും. എത്ര തവണയാണ് നമ്മൾ ഈ ഓട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നറിയില്ല. ഫ്ലാറ്റ് ജീവിതം ഇല്ലവരെ കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഇതാണ് നമ്മൾ മഴക്കാലമായ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യണ ഒരു കാര്യം. അതാണ് ഇപ്പോൾ എനിക്ക് തോന്നിയത്. നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ്? ഇത് തന്നെയല്ലേ എനിക്ക് കാര്യമായിട്ട് തോന്നിയിരിക്കുന്ന ഒരു വിഷയം. ഇതാണ്, എത്ര വട്ടാണ് നമ്മൾ മുറ്റത്തേക്ക് ഓടണു, മുറ്റത്തേക്ക് ഓടണു. ഇനിയിപ്പോൾ ഇതാ മഴ വന്നു തുടങ്ങുകയാണ്. ഇപ്പോൾ ഇനി ഇതെടുത്തിട്ട് വേഗം അകത്ത് കൊണ്ടുവയ്ക്കാൻ പോവുകയാണ്. ഇതാണ് ഒരു ദിവസത്തെ നമ്മുടെ മുഴുവൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഭഗവതി ദുഃഖ വിനാശിനി സ്വർഗസ്ഥിതിലയാകാരിണി ചണ്ഡികേ എൻ മകനാശു നടക്കുന്ന നേരവും കന്മസന്ധ്യർന്നിടുന്ന നേരവും. അമ്മ ഇങ്ങനെ രാമായണം വായിക്കുമ്പോൾ ഞാൻ അങ്ങനെ പോയിരിക്കും അവിടെ കുറച്ച് നേരം. ഇങ്ങനെ കേട്ടിരിക്കുമ്പോൾ ഒരു സുഖമാണ് അതിങ്ങനെ കേട്ടിരിക്കാൻ. ഒരു വൈകുന്നേരങ്ങളിലൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പലം ഉണ്ടല്ലോ. ആ അമ്പലത്തിൽ രാമായണ മാസമായതുകൊണ്ട് രാമായണം വായിക്കുന്നത് നമ്മുടെ വീട്ടിൽ ശരിക്കും കേൾക്കാം വൈകുന്നേരങ്ങളിൽ. പിന്നെ ഒരു വലിയ വിശേഷം എന്താ നിങ്ങളോട് പറയാനുള്ളത് വെച്ചെങ്കിൽ, നിങ്ങളോടത് പറയണം തോന്നി എനിക്ക്. ഞാൻ അപ്പോൾ വീഡിയോ ഒന്നും എടുത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം മോൻ്റെ ഒപ്പം ടെക്സ്റ്റൈൽസ് പോയിരുന്നു, 2 സാധനങ്ങൾ വാങ്ങിക്കാൻ. അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു 60-62 വയസ്സുള്ള ഒരമ്മ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നിട്ട് അമ്മ ചോദിച്ചു, വീട്ടമ്മ എന്ന് പറയുന്ന ചാനലിലെ ആളല്ലേ, കുട്ടിയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ അമ്മ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. ആളെ കയ്യിൽ ഫോണൊക്കെ ഉണ്ട്. അപ്പോൾ ആള് നല്ലോണം യൂട്യൂബ് ചാനൽ കാണുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായി. കാര്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ കാണലുണ്ട്, കമൻ്റൊന്നും ചെയ്യലില്ല, അതിനൊന്നും അറിയില്ല, ഞാൻ ഇങ്ങനെ വീഡിയോ കാണും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൽ നമ്മുടെ കമ്പനീൻ്റെ ഫാക്ടറീൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഫാക്ടറീൻ്റെ വിശേഷങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആളെ വീടിൻ്റെ പഴയ അടുക്കളയാണ്. അപ്പോൾ അതൊന്ന് മാറ്റണം. അതിന് എൻ്റെ കോണ്ടാക്ട് നമ്പറൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മുടെ അതിൽ ഫാക്ടറിയിൽ ചെറിയൊരു ഓഫീസ്, മെയിൻ ഓഫീസ് കോട്ടയ്ക്കലാണ്. അവർ എൻ്റെ നമ്പറൊന്നും നമ്മുടെ കമ്പനീൻ്റെ നമ്പറൊന്നും കൊടുത്തിരുന്നില്ല അതിൽ. മെയിൻ ഓഫീസ് കോട്ടയ്ക്കലാണ്. കമ്പനീൻ്റെ ഉള്ളിൽ ചെറുതായിട്ടൊരു ഓഫീസുണ്ട്.
ഫിറ്റിങ്ങിന് പോണ പ്രൊഡക്റ്റുകൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആളത് കണ്ടിട്ട് അതിനെ പറ്റിയൊക്കെ കുറേ സംസാരിച്ച് ചോദിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ ഒരു 7-8 വീഡിയോ ആണ് ആകെ ഞാൻ ചെയ്തിട്ടുള്ളൂ. നമ്മുടെ വീടിൻ്റെ ഉള്ളിലെ അന്നന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ മാത്രം. അത് കുറേ പേര് കണ്ടിട്ടില്ലെങ്കിലും കുറച്ച് പേരൊക്കെ കാണുന്നുണ്ട്. അത് ഭയങ്കര സംഭവമായി. എൻ്റെ മകനത് ഭയങ്കരമായിട്ട് ആഘോഷിച്ചു. അവനപ്പം തന്നെ ഒരു പപ്സും ചായയും ചിലവിപ്പിച്ചു. പിന്നെ വീട്ടിലെത്തി ഭയങ്കര ആഘോഷമായിരുന്നു അത് ആ അമ്മ വന്ന് പറഞ്ഞതും എല്ലാം. ഞങ്ങളപ്പോൾ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ അതാണ് നിങ്ങളോട് എനിക്ക് പറയാനില്ലത്. നമ്മുടെ 7-8 വീഡിയോ ആകെ ആയിട്ടുള്ളൂ. എന്നാലും അതിങ്ങനെ എങ്ങനെയൊക്കെയോ സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ വന്ന് ചോദിക്കുന്നതും ഒക്കെ. ആകെ ഒരു 6-7 വീഡിയോ ആയിട്ടുള്ളൂ. അപ്പോൾ അതിങ്ങനെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഇങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റട്ടെ എന്നാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഇത് നമ്മുടെ വീട്ടിലെ മാജിക് ഫ്രൂട്ടാണ്. ഇത് 3 വർഷമായി. ഇതിപ്പോൾ 2-3 വട്ടം ഉണ്ടായി കഴിഞ്ഞു. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ നല്ലോണം ഉണ്ടാവും. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചെങ്കിൽ ഇത് കഴിച്ച ഉടനെ നമ്മൾ വല്ല ചെറുനാരങ്ങ, ഓറഞ്ച്, പുളി ഇതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മധുരമാണ് ഉണ്ടാവുക. ഒരു മാജിക് ഫ്രൂട്ട് തന്നെയാണിത്. ഡാലു ക്ലാസ് കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.